നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൽപ്പറ്റ വാര്യാടിന് സമീപം ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. മരിച്ചത് വാഴവറ്റ പാക്കം സ്വദേശി തടത്തിൽ അഗസ്റ്റിൻ. 3 പഞ്ചായത്തുകൾക്ക് സമഗ്ര വരൾച്ച ലഘൂകരണ പദ്ധതി പ്രഖ്യാപിച്ചു. പദ്ധതിയിൽ അഴിമതി അനുവദിക്കില്ലെന്നും മന്ത്രി. നെൽകൃഷി സംരക്ഷിക്കുന്ന കർഷകന് 2,86,00,000 രൂപയുടെ ആനുകൂല്യങ്ങൾ. സ്കൂൾ തുറന്നു. ജില്ലയിലെങ്ങും വർണ്ണപ്പൊലിമയിൽ പ്രവേശനോത്സവം. ജില്ലാതല പ്രവേശനോത്സവത്തിൽ നിന്ന് മന്ത്രി സുനിൽകുമാർ വിട്ടുനിന്നു. ഏകാധ്യാപക വിദ്യാലയങ്ങളിൽ പ്രവേശനം ആളും ആരവങ്ങളുമില്ലാതെ. അമ്പലവയലിൽ പ്രവേശനോത്സവത്തിന് വിദ്യാർത്ഥി യൂണിയനുകളുടെ തമ്മിൽ തല്ല്. സംസ്ഥാനത്തെ ആദ്യ പഴം പച്ചക്കറി സംസ്കരണശാല തുരുമ്പെടുത്തു നശിക്കുന്നു. ഉദ്ഘാടനത്തോടെ മരിച്ചത് 2,39,00,000 രൂപയുടെ VFPCK പദ്ധതി. വിശദമായ വാർത്തകളിലേക്ക്. കൽപ്പറ്റ വാര്യാടിന് സമീപം ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. വാഴവറ്റ പാക്കം സ്വദേശി തടത്തിൽ അഗസ്റ്റിനാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. മൃതദേഹം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് വൈകിട്ട് 4:30 അപകടം. സംസ്ഥാന ഗവൺമെന്റിന്റെ സമ്പൂർണ്ണ മേൽനോട്ടത്തിലാണ് പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, പൂതാടി പഞ്ചായത്തുകളിലെ സമഗ്ര വരൾച്ചാ ലഘൂകരണ പദ്ധതി നടപ്പാക്കുക എന്ന് മന്ത്രി VS സുനിൽകുമാർ. കർഷകരുടെയും ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ പ്രവർത്തനമാണ് പദ്ധതിക്ക് ആവശ്യം. പദ്ധതിയിൽ ഒരു കാരണവശാലും അഴിമതി അനുവദിക്കില്ലെന്നും മന്ത്രി സുനിൽകുമാർ പറഞ്ഞു. പദ്ധതിക്ക് ധനമന്ത്രിയുടെ പൂർണ്ണ സഹകരണമാണ് ഉള്ളതെന്നും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വരൾച്ചയെ പദ്ധതി നടപ്പിലാക്കുന്നതോടെ പ്രതിരോധിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. IC ബാലകൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. മണ്ണ് സംരക്ഷണ സമിതി ഡയറക്ടർ ജസ്റ്റിൻ മോഹൻ, ടീക്കാറാം മീണ, MLAമാരായ CK ശശീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാകുമാരി, ADM KM രാജു, പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു പ്രകാശ്, ഗിരിജാകൃഷ്ണൻ, രുക്മിണി, PK അസ്മത്, KJ പോൾ, മേഴ്സി ബെന്നി, NU ഉലഹന്നാൻ, വർഗീസ് മുരിയൻകാവിൽ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റാലിയും നടത്തി. ഏതാണ്ട് 38ഓളം പ്രോജക്റ്റുകളടങ്ങിയ പദ്ധതികളടങ്ങിയ ഈ 80 കോടി മുള്ളൻകൊല്ലി, പുൽപ്പള്ളി മേഖലയിൽ വിഭാവനം ചെയ്യുമ്പോൾ നാളുകളിൽ കർഷകർക്ക്, യഥാർത്ഥ കർഷകർക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടി കർഷക ഗ്രൂപ്പുകൾ ഉണ്ടാക്കി നമുക്ക് സംരക്ഷിക്കാം. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. വയനാട്ടിൽ 3000 ഹെക്ടർ വയലിൽ നെൽകൃഷി സംരക്ഷിക്കുന്നതിന് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. നെൽകൃഷിയിലേക്ക് മടങ്ങിവരുന്ന കർഷകർക്ക് സബ്സിഡിയായി 2.86 കോടി നൽകുമെന്നും മന്ത്രി പുൽപ്പള്ളിയിൽ പറഞ്ഞു. പരമ്പരാഗത നെൽകൃഷി പാടങ്ങളിൽ സജീവമാക്കുന്നതിനും വിട്ടുനിൽക്കുന്ന കർഷകരെ നെൽകൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും ഗവൺമെന്റ് പ്രോത്സാഹനം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വയനാടിനെ പറ്റി പഠിച്ച പഠനസംഘം പറയുന്നത് ഒരു 60 കൊല്ലത്തിനകത്ത് നമ്മുടെയൊക്കെ വയനാട് ജില്ലയിൽ മാത്രം ലാഭം നോക്കി പല വിളകൾ മാറി മാറി പരീക്ഷിച്ചതിന്റെ ഫലമായി നമ്മുടെ മണ്ണിനുണ്ടായിരിക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതമാണ് വയനാടിനെ നാളെ തകർച്ചയിൽ കൊണ്ടുപോകാൻ പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ക്രോപ്പുകൾ വളരെ ആസൂത്രിതമായി ആലോചിക്കേണ്ടതാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ പരമ്പരാഗതമായ നമ്മുടെ വയലുകളെ തിരിച്ചുകൊണ്ടുവരിക. അത് 3000 ഹെക്ടറിലേക്ക് നമ്മുടെ നെൽവയലിന്റെ വിസ്തൃതി പരമ്പരാഗത നെൽവിത്തുകൾ വിളയുന്ന നല്ല സുഗന്ധമുള്ള അരി ഉത്പാദിപ്പിക്കുന്ന നമ്മുടെ പരമ്പരാഗത നെൽവിത്തുകൾ വിളയുന്ന 3000 ഹെക്ടർ പാടശേഖരം തിരിച്ചുകൊണ്ടുവരാനാണ് സംസ്ഥാന കൃഷി വകുപ്പ് വിഭാവനം ചെയ്യുന്ന സ്പെഷ്യൽ അഗ്രികൾച്ചർ സോൺ എന്ന നിലയിൽ അതിന്റെ കൂടി പ്രഖ്യാപനമാണ് നടക്കുന്നത്. വയനാട് സിറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വനവൽക്കരണ പദ്ധതിക്ക് കൃഷിവകുപ്പിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ. മുള്ളൻകൊല്ലിയിൽ വയനാട് സിറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പഴവർഗത്തോട്ടം പദ്ധതിയുടെ തൈനടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 1 മാസക്കാലമായി സിറ്റി ക്ലബ്ബ് നടത്തുന്ന ഇത്തരം പദ്ധതികൾ പൊതുസമൂഹം മാതൃകയാക്കണമെന്നും മന്ത്രി പറഞ്ഞു. TJ മാത്യു അധ്യക്ഷനായിരുന്നു. TM ജോർജ്, PA ഡിവൻസ്, ബെന്നി മാത്യു, CD ബാബു എന്നിവർ സംസാരിച്ചു. വയനാട് സിറ്റി ക്ലബിൻ്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ വിവിധ വീടുകളിലും പ്രദേശങ്ങളിലുമായി 1000-ഓളം കേന്ദ്രങ്ങളിൽ ഇതിനകം തന്നെ ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിച്ച് കഴിഞ്ഞു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ആരംഭിച്ചിരിക്കുന്ന ഹരിത കേരളം മിഷനെ സഹായകമാകുന്നതും പിന്തുണയ്ക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ സംരംഭത്തിന് എല്ലാവിധ ഭാഗങ്ങളും പിന്തുണയും അഭിവാദ്യങ്ങളും നേരുകയാണ്.
കന്നുകാലികളെ ഇറച്ചിക്കായി വിൽക്കുന്നത് നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കർഷകരുടെ അവകാശം സംരക്ഷിക്കാൻ അഖിലേന്ത്യാ കിസാൻ സഭ സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകുമെന്ന് ട്രഷറർ പി കൃഷ്ണപ്രസാദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലെയും ക്ഷീരകർഷകരും ഹർജിയിൽ കക്ഷിചേരും. സർക്കാർ ഉത്തരവിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജൂൺ 2-ന് ഡൽഹിയിൽ കർഷക തൊഴിലാളി സംഘടനകളുടെ യോഗം ചേരും. ചന്ത കച്ചവടം നടത്താനാണ്. എന്നാൽ കാലിച്ചന്തയിൽ കാലിക്കച്ചവടം നിരോധിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പോത്തിനെ കശാപ്പ് ചെയ്യരുത് എന്ന് രാജ്യത്തെവിടെയും നിയമമില്ല. നിയമത്തിന് വിരുദ്ധമായി ചട്ടമുണ്ടാക്കാൻ പ്രധാനമന്ത്രിക്ക് അവകാശമില്ല. എന്നിട്ടും പോത്തിനെ വിൽക്കാനുള്ള കർഷകരുടെ അവകാശം നിഷേധിച്ചത് എന്തിനാണെന്ന് പ്രധാനമന്ത്രി വിശദീകരിക്കണം. ചന്ത നിരോധിക്കുന്നത് കരാർ കൃഷി നടപ്പാക്കാനാണ്. 2015 ബജറ്റിൽ കാർഷിക മേഖലയിൽ കേന്ദ്ര സർക്കാർ 100% വിദേശ നിക്ഷേപം അനുവദിച്ചു. 17 ബജറ്റിൽ രാജ്യത്താകെ കരാർ കൃഷി നടപ്പാക്കാൻ നിയമം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചു. പാൽപ്പൊടിയും പാക്കറ്റ് മാംസവും നിർമ്മിക്കുന്ന വൻകിട കമ്പനികളുടെ കരാർ കർഷകരാക്കി രാജ്യത്താകെയുള്ള കന്നുകാലി വളർത്തുന്ന കർഷകരെ മാറ്റുക എന്നതാണ് കന്നുകാലികളെ വിൽക്കാനുള്ള അവകാശം നിഷേധിച്ചതിലൂടെ പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത്. ഗോവധത്തിനെതിരെ ഹിന്ദുജനങ്ങളിൽ വികാരമുണ്ട് എന്ന് RSS പ്രചരണത്തിന്റെ മറവിൽ പോത്തുകളെ വിൽക്കരുത് എന്ന ഉത്തരവിറക്കിയത് പാൽപ്പൊടി മാട്ടിറച്ചി കമ്പനികളെ സഹായിക്കാനാണെന്നും കൃഷ്ണപ്രസാദ് പറഞ്ഞു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും പോത്ത്, എരുമ എന്നീ ഗുരുക്കളെ കശാപ്പ് ചെയ്യുന്നതിനെ നിരോധിക്കുന്ന നിയമം ഇന്ന് 2017 മെയ് മാസം 31 നമ്മൾ സംസാരിക്കുമ്പോൾ നിലവിലില്ല. ഇന്ത്യയിൽ ഏറ്റവും കർക്കശമായ നിയമം ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന 3 സംസ്ഥാനങ്ങൾ, 1 രാജസ്ഥാൻ, 2 ഗുജറാത്ത്, 3 ഹരിയാന. അവിടങ്ങളിലാണ് ഈ പറഞ്ഞ കാളകളെ പശുവിനെയും അളക്കരുതെന്ന് പറയുന്നത്. അവിടെ പോലും പോത്തിനെ എരുമയെ അളക്കരുതെന്ന് പറയുന്നത്. വയനാട് ന്യൂസ്, കൽപ്പറ്റ. നാടിനെ സ്നേഹിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിയെടുക്കാൻ അധ്യാപകർ സന്നദ്ധരാകണമെന്ന് OR കേളു MLA. വയനാട് ജില്ലാ പ്രവേശനോത്സവം കാട്ടിക്കുളം എടയോർക്കുന്ന് ഗവൺമെന്റ് LP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതുൾപ്പെടെ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. നാടിനെ അറിഞ്ഞ് പ്രകൃതിയെ സ്നേഹിക്കുന്ന പുതുതലമുറയെ വളർത്തിയെടുക്കലാണ് സർക്കാർ ലക്ഷ്യമെന്നും അതിനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ വളരെ ഹരിത മനോഹരമായ രീതിയിൽ സ്കൂളിന്റെ ഭൗതിക സാഹചര്യം, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ക്ലാസ് റൂം കമ്പ്യൂട്ടർവൽക്കരിച്ച് അതിനുശേഷം കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠ്യ രീതി, അക്കാദമിക് നിലവാരം പുതിയ കാലഘട്ടത്തിന് അനുസൃതമായി കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് പുതിയ ഒരു വിദ്യാഭ്യാസ പദ്ധതിയിൽ ഊന്നി കേരള ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T ഉഷാകുമാരി അധ്യക്ഷയായിരുന്നു. നവാഗത വിദ്യാർത്ഥികൾക്ക് പഠന കിറ്റ് വിതരണം വയനാട് സബ് കളക്ടർ VR പ്രേംകുമാർ IAS നിർവഹിച്ചു. മികവ് പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അസ്മത്ത് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A ദേവകി വിദ്യാഭ്യാസ കലണ്ടർ പ്രകാശനം ചെയ്തു. ജൈവ വൈവിധ്യ പഠനോദ്യാനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സെക്രട്ടറി ഡോക്ടർ ദിനേശൻ ചെറുവാട്ടൂർ നിർവഹിച്ചു. ഊരുമൂപ്പൻ ബോളൻ പെരുമൻ സമ്പൂർണ്ണ സ്കൂൾ പ്രവേശന പ്രഖ്യാപനം നടത്തി. അക്കാദമി പദ്ധതികളുടെ അവതരണം പ്രധാനാധ്യാപിക KV ത്രേസ്യാമ്മ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PA കുര്യാക്കോസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ AN പ്രഭാകരൻ, തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ബാലകൃഷ്ണൻ, തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി വർഗീസ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ M സതീഷ് കുമാർ, ഡാനിയൽ ജോർജ്, VA ഗോപി, ഡോക്ടർ KM ഉണ്ണികൃഷ്ണൻ, GN ബാബുരാജ്, റുക്കിയ സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, മാനന്തവാടി. മാനന്തവാടിയിലെ CPM CPI ഭിന്നത MLA OR കേളുവിന്റെ വീടിനു സമീപത്തെ സ്കൂളിൽ സംഘടിപ്പിച്ച ജില്ലാതല പ്രവേശനോത്സവ പരിപാടിയിൽ നിന്നും കൃഷിമന്ത്രി വിട്ടുനിന്നു. CPIയുടെ VS സുനിൽകുമാർ വിട്ടുനിന്നത് വിവാദമായി. മാനന്തവാടി MLA OR കേളുവിന്റെ വീടിന് സമീപത്തെ സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം പരിപാടിയിൽ നിന്ന് CPIയുടെ മന്ത്രി വിട്ടുനിന്നു. കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാറാണ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത്.
ജില്ലാതല പ്രവേശനോത്സവം കാട്ടിക്കുളം എടയൂർക്കുന്ന് ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി ഉദ്ഘാടനത്തിന് കൃഷിവകുപ്പ് മന്ത്രിയെ സർക്കാർ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ജില്ലാതല ഉദ്ഘാടനം വൻ വിജയമാക്കാൻ പ്രാദേശിക തലത്തിൽ സ്വാഗത സംഘം രൂപീകരിച്ച് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. എന്നാൽ CPI നേതൃത്വം ഇടപെട്ട് മാനന്തവാടിയിലെ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് നിർദ്ദേശം നൽകിയതായാണ് സൂചന. പുലർച്ചെ കോഴിക്കോടെത്തിയ മന്ത്രി കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ സമയം ചെലവഴിച്ച് 10 മണിയോടെ കൽപ്പറ്റയിലെത്തിയെങ്കിലും കൽപ്പറ്റയിലെ മുതിർന്ന മുൻ CPI നേതാവിന്റെ വീട് സന്ദർശിച്ച ശേഷം 11:30 വരൾച്ചാ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ പുൽപ്പള്ളിക്ക് പോവുകയായിരുന്നു. മന്ത്രിയെ കാണാൻ 1ാം ക്ലാസ്സിലേക്ക് വന്ന കുട്ടികളടക്കം പുത്തൻ കുപ്പായമിട്ട് കാത്തിരുന്നുവെങ്കിലും ഈ കുരുന്നുകളുടെ സ്വപ്നങ്ങൾ തകർത്ത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ റിട്ടയർമെന്റ് പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. അതേസമയം സ്ഥലം MLAക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് കാണിച്ച് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് 3 ദിവസം മുൻപ് വിവരം അറിയിച്ചിരുന്നത്രേ. എന്നാൽ പ്രവേശനോത്സവ ചടങ്ങിൽ മന്ത്രിയെ സ്വീകരിക്കാനായി ചെണ്ടമേളമടക്കം വിപുലമായ പരിപാടികൾ ഒരുക്കിയാണ് സംഘാടകർ കാത്തിരുന്നത്. ദിവസങ്ങളോളമായി വിവിധ പരിപാടികൾ ഒരുക്കി കാത്തിരുന്ന വിദ്യാർത്ഥികളും സംഘാടകരും മന്ത്രി വരാതായതോടെ നിരാശരായി. ഏതാനും മാസം മുൻപ് മാനന്തവാടിയിലുണ്ടായ CPM-CPI സംഘർഷത്തെ തുടർന്ന് LDF യോഗത്തിൽ നിന്നും LDF പരിപാടികളിൽ നിന്നും CPI വിട്ടുനിൽക്കുകയായിരുന്നു. എന്നാൽ ജില്ലാതല പരിപാടിയിൽ മന്ത്രി പങ്കെടുക്കാതിരുന്നത് പരിപാടിയുടെ മാറ്റു കുറച്ചതായി MLA ഉദ്ഘാടന പ്രസംഗത്തിൽ തുറന്നു പറയുകയും ചെയ്തു. പ്രവേശനോത്സവ പരിപാടിയിൽ നിന്ന് മന്ത്രി വിട്ടുനിന്നതോടെ മാനന്തവാടിയിലെ CPI-CPM തർക്കം കൂടുതൽ രൂക്ഷമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും വളരെ സന്തോഷമാണ്. എല്ലാവർക്കും ഈ അധ്യയന വർഷത്തിന്റെ പ്രവേശന ഉത്സവ പരിപാടിയിലേക്ക് കേരള ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുമുള്ള ആശംസകൾ ആദ്യമായി അറിയിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. അക്ഷരവഴിയിൽ പുതിയ പ്രതീക്ഷകളുടെ ഉത്സവമായി മാറി ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയിലെ പ്രവേശനോത്സവം. അറിവിന്റെ വാതായനങ്ങൾ തുറന്ന് ആഘോഷത്തോടെയാണ് കുരുന്നുകളെ വിദ്യാലയങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും വരവേറ്റത്. ജില്ലയിലെ ആദ്യത്തെ തന്നെ എയ്ഡഡ് ഹൈടെക് വിദ്യാലയമായ കൽപ്പറ്റ HIM UP സ്കൂൾ പ്രവേശനോത്സവവും ഹൈടെക് ആയിരുന്നു. വിവിധ പരിപാടികളോടെയായിരുന്നു പ്രവേശനോത്സവം ആരംഭിച്ചത്. ബലൂണുകൾ വാനിൽ പറത്തിവിട്ട വിദ്യാർത്ഥികൾ സ്കൂൾ അങ്കണത്തിലേക്ക് കടന്നു. കൽപ്പറ്റ STMLP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ശ്രദ്ധേയമായി. വാദ്യമേളങ്ങളോടെ കുരുന്നുകളെ ആനയിച്ച സ്കൂൾ അങ്കണത്തിലേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് അധ്യാപകരുടെ സ്നേഹോപഹാരം അണിയിക്കൽ. പിന്നീട് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും മധുരവും വിതരണം ചെയ്തു. ചടങ്ങിന് കൽപ്പറ്റ നഗരസഭാ കൗൺസിലർമാർ നേതൃത്വം നൽകി. കൽപ്പറ്റ പെരുന്തട്ട LP സ്കൂളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. രക്ഷിതാക്കളും നാട്ടുകാരും പ്രവേശനോത്സവത്തെ വർണ്ണാഭമാക്കി. വയനാട് ന്യൂസ്, കൽപ്പറ്റ. ബത്തേരി നഗരസഭാതല സ്കൂൾ പ്രവേശനോത്സവം ബീനാച്ചി ഹൈസ്കൂളിൽ നടന്നു. പുതുതായി സ്കൂളിലെത്തിയ 200ഓളം കുരുന്നുകളെ അതിഗംഭീരമായാണ് സ്കൂളിലേക്ക് സ്വീകരിച്ച് ആനയിച്ചത്. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ സ്കൂളിലേക്കെത്തിയ കുരുന്നുകളെ കാത്തിരുന്നത് ആവേശോജ്വല സ്വീകരണമായിരുന്നു. മാതാപിതാക്കളുടെ കൈപിടിച്ച് സ്കൂൾ അങ്കണത്തിലെത്തിയ കുട്ടികളെ വർണ്ണബലൂണുകൾ നൽകിയാണ് സ്വീകരിച്ചത്. തുടർന്ന് ബാൻഡ് മേളത്തിന്റെയും കാർട്ടൂൺ കഥാപാത്രങ്ങളെയും അകമ്പടിയോടുകൂടിയും സ്കൂളിലേക്ക് ആനയിച്ചു. അക്ഷര സൂര്യൻ ഉദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം, പുസ്തകമധുരം നുകരാമിനിയും പൂമ്പാറ്റകളായി പാറാ. തുടർന്ന് നടന്ന പ്രവേശനോത്സവം ബത്തേരി നഗരസഭാ ചെയർമാൻ CK സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർ ഷബീർ അഹമ്മദ് അധ്യക്ഷനായിരുന്നു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എന്റെ പ്രതീക്ഷകളെ പോലും, ബീരാച്ചിക്കാരനായ എന്റെ പ്രതീക്ഷകളെ പോലും കവച്ചു വെക്കുന്ന രൂപത്തിൽ അതിമനോഹരമായി ഈ സ്കൂളിന്റെ PTA കമ്മിറ്റിയും അധ്യാപകരും കൂട്ടായി പരിശ്രമിച്ച് നല്ല ഒരു പ്രവേശനോത്സവം എനിക്ക് തോന്നുന്നത്. ഇത്രയും മനോഹരമായ ഒരു പ്രവേശനോത്സവം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇത് കാണാത്തതുകൊണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ഉണ്ടോ എന്ന് സംശയിക്കപ്പെടാവുന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രവേശനോത്സവ സംഘാടനം. ആ സംഘാടന മികവിനെ നഗരസഭ ആദ്യമായി അഭിനന്ദിക്കപ്പെടുകയാണ്. വയനാട് ന്യൂസ്, ബത്തേരി. അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം നെല്ലാർച്ചാൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു. ഘോഷയാത്രയും വിവിധ കലാപരിപാടികളും പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നടന്നു. അമലവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീതാ വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം MP കുഞ്ഞുമോൾ, രാധാകൃഷ്ണൻ, VM തോമസ്, NK രാമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു.
ചീരാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബിന്ദു മനോജ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാജൻ അധ്യക്ഷനായിരുന്നു. സീനിയർ വിദ്യാർത്ഥികൾ നവാഗതരെ സ്വാഗതം ചെയ്തു. ഹെഡ്മാസ്റ്റർ NT ജോൺ, ഹയർ സെക്കൻഡറി ഇൻചാർജ് നാസർ മാസ്റ്റർ, മല്ലിക സോമശേഖരൻ, മൊയ്തീൻ കുട്ടി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ചീരാലി UP സ്കൂൾ പ്രവേശനോത്സവം നെന്മേനി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് C സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സ്കൂൾ മാനേജർ കുഞ്ഞിരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. VT ബേബി, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, സരള ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി റാലിയും സംഘടിപ്പിച്ചിരുന്നു. വൈത്തിരി ബ്ലോക്ക് തല പ്രവേശനോത്സവം മേപ്പാടി കോട്ടനാട് ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. കൽപ്പറ്റ MLA CK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശകുന്തള ഷൺമുഖൻ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സഹദ്, ജിൻസി, സണ്ണി M, മമ്മു, P സഹിഷ്ണ, ബാബു തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. നാടൊട്ടുക്കും പ്രവേശനോത്സവം പൊടിപിടിച്ചപ്പോൾ പകിട്ടില്ലാതെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സ്കൂളിലെത്തി. ജില്ലയിലെ ഏകാധ്യാപക സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആളും ആരവങ്ങളുമില്ലാതെ സ്കൂളിലെത്തിയത്. ചില സ്കൂളുകളിൽ ടീച്ചറുടെ സ്വന്തം ചെലവിലാണ് ചെറിയ രീതിയിലെങ്കിലും പ്രവേശനോത്സവം നടത്തിയത്. ജില്ലയിലെ സർക്കാർ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പ്രവേശനോത്സവം പൊടിപിടിച്ചപ്പോൾ ഇതൊന്നും അറിയാതെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇന്ന് സ്കൂളുകളിലെത്തി. വാദ്യമേളങ്ങളോ വർണ്ണബലൂണുകളോ ഇവരെ സ്വീകരിക്കാൻ സ്കൂളുകളിൽ ഉണ്ടായിരുന്നില്ല. ജില്ലയിൽ 39 ഏകാധ്യാപക വിദ്യാലയങ്ങളിലാണ് ഇത്തരത്തിൽ ആളും ആരവങ്ങളുമില്ലാതെ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചത്. 600ഓളം കുട്ടികളാണ് ജില്ലയിലെ ഏകാധ്യാപക സ്കൂളുകളിൽ പഠനം നടത്തുന്നത്. ഇതിൽ 90% കുട്ടികളും ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ്. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും സ്കൂളുകളിൽ ഇപ്പോൾ വലിയ ഒരു പരിപാടി നടക്കുകയാണ്. പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് സർക്കാരിൽ നിന്നും അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഫണ്ടുകൾ ലഭിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. പിന്നെ PTA-കാരുടെ ഒരു സഹകരണവും പൊതുസമൂഹത്തിൻ്റെ ഒരു സഹകരണവും അങ്ങനെ ഒരു വലിയൊരു പരിപാടി നടക്കുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ചെറിയ സ്കൂളുകൾ ഞങ്ങളുടെ ഒരു സന്തോഷം, ഞങ്ങളുടെ കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങളും പ്രവേശനോത്സവം നടത്തുകയാണ്. ഞങ്ങളുടെ ആളുകൾ എന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലെ തന്നെ ദരിദ്രരായവരാണ്. അപ്പോൾ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രവേശനോത്സവം അവർക്ക് സന്തോഷം നൽകുന്ന ഒരു രീതിയിൽ ഒരു ചെറിയ മധുരം നൽകി ഞങ്ങളിവിടെയൊക്കെ ഞങ്ങളെയൊക്കെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിന്ന് അലങ്കരിച്ച് അങ്ങനെ ഒരു പ്രവേശനോത്സവം ഞങ്ങളും ആകും. ഇവർക്ക് ആവശ്യമായ പരിഗണന ലഭിക്കുന്നില്ലെന്നാണ് ഇത് തെളിയിക്കുന്നത്. ആളും ആരവങ്ങളൊന്നുമില്ലെങ്കിലും ചില ഏകാധ്യാപക സ്കൂളുകളിലും ടീച്ചറുടെ സ്വന്തം ചെലവിൽ ചെറിയ രീതിയിൽ നടത്തിയ പ്രവേശനോത്സവത്തിന് മധുരം ഏറെയായിരുന്നു. വയനാട് ന്യൂസ്, ബത്തേരി. അമ്പലവയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പ്രവേശനോത്സവം വിദ്യാർത്ഥി സംഘർഷത്തിൽ കലാശിച്ചു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഘോഷയാത്രയും സംഘർഷത്തിൽ മുടങ്ങി. സ്കൂളിന് മുമ്പിലെ റോഡിൽ വിദ്യാർത്ഥി യൂണിയനുകൾ സംഘടനാ പരസ്യങ്ങൾ എഴുതിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കേറ്റമാണ് സംഘർഷത്തിലും പോലീസ് ഇടപെടലിലും കലാശിച്ചത്. രാവിലെ 9 മണിയോടെ തുടങ്ങിയ സംഘർഷം 11 മണിയോടെ നിയന്ത്രണ വിധേയമായി. വിദ്യാർത്ഥി യൂണിയനുകൾ റോഡിലെഴുതിയ പരസ്യങ്ങൾ പോലീസെത്തി കുമ്മായം ഉപയോഗിച്ച് മായ്ച്ചു കളഞ്ഞു. 2 ദിവസം മുമ്പ് SFI പ്രവർത്തകർ സ്കൂളിന്റെ ഗേറ്റിനു മുമ്പിൽ റോഡിൽ സംഘടനാ പരസ്യങ്ങൾ എഴുതിയിരുന്നു. ABVP പ്രവർത്തകർ ഇതേ സ്ഥലത്തു തന്നെ ഇന്നലെ രാത്രി പരസ്യങ്ങൾ എഴുതാൻ ശ്രമിച്ചത് വാക്കേറ്റമുണ്ടാക്കി. തർക്കം പരിഹരിക്കാൻ അമ്പലവയൽ പോലീസ് ശ്രമിച്ചെങ്കിലും കഴിയാത്തതിനെ തുടർന്ന് ബത്തേരിയിൽ നിന്ന് കൂടുതൽ പോലീസെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. ഇന്നു രാവിലെ മകളെ സ്കൂളിൽ ചേർക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പരസ്യങ്ങൾ മായ്ച്ചാലേ കുട്ടിയെ സ്കൂളിൽ ചേർക്കൂ എന്നാവശ്യപ്പെട്ടത് DYFI യൂത്ത് കോൺഗ്രസ് തർക്കത്തിനും വാക്കേറ്റത്തിനും ഇടയാക്കി. ഈ വിഷയം തുടർന്ന് KSU SFI വിദ്യാർത്ഥികളെ ഏറ്റെടുത്ത് സംഘർഷമുണ്ടാക്കുകയായിരുന്നു. കുമ്മായം കൊണ്ടുവന്ന് പോലീസ് എല്ലാ വിഭാഗക്കാരുടെയും പരസ്യങ്ങൾ മായ്ച്ചു കളഞ്ഞതോടെ തർക്കങ്ങളും അവസാനിച്ചു. തുടർന്ന് KSU SFI പ്രവർത്തകർ അമ്പലവയൽ ടൗണിൽ പ്രകടനം നടത്തി. സ്കൂൾ തുറക്കുന്നത് പ്രമാണിച്ച് ഇന്ന് നടത്താനിരുന്ന ഘോഷയാത്രയും പ്രവേശനോത്സവവും വിദ്യാർത്ഥികളുടെ തമ്മിൽ തല്ലിനെ തുടർന്ന് മുടങ്ങി. അധ്യയന വർഷാരംഭത്തിൽ തന്നെ സ്കൂൾ കവാടത്തിൽ വിദ്യാർത്ഥി സംഘർഷമുണ്ടായത് രക്ഷിതാക്കളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അങ്കലാപ്പിലാക്കി. വയനാട് ന്യൂസ്, അമ്പലവയൽ. പുതിയ അധ്യയന വർഷം ആരംഭിച്ചതോടെ ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കച്ചമുറുക്കി അധികൃതർ. SSLC പരീക്ഷാ ഫലത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന വയനാട് ജില്ലയെ മുൻനിരയിലേക്ക് കൈപിടിച്ച് ഉയർത്തുക എന്നത് ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ജില്ലയിലെ വിദ്യാഭ്യാസ വീക്ഷകരും അധികൃതരും ചേർന്ന വ്യക്തമായ രൂപരേഖ ഒരുക്കിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള പദ്ധതികൾ ജൂൺ മുതൽ തന്നെ പ്രാവർത്തികമാകും. ത്രിതല പഞ്ചായത്തുകൾ, പ്രധാനാധ്യാപകൻ,
അധ്യാപക രക്ഷകർത്തി സമിതി തുടങ്ങിയവയുടെ കൂട്ടായ്മയിൽ വിദ്യാലയ പുരോഗതി സൂക്ഷ്മമായി വിലയിരുത്തും. പല സ്കൂളുകളിലും അധ്യാപകരില്ലാത്ത പ്രശ്നം ജില്ലയിൽ സജീവമാണ്. SSLC വിജയശതമാനത്തിൽ പിന്നാക്കം പോയ ഗ്രാമീണ മേഖലയിലെ സർക്കാർ സ്കൂളുകൾ പലതും മതിയായ അധ്യാപകരില്ലാതെയാണ് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ സിംഹഭാഗവും പ്രവർത്തിച്ചത്. ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥിരമായി ഇല്ലാതിരുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കിയിരുന്നു. പുതിയ അധ്യയന വർഷത്തിൽ അധ്യാപകരില്ലാത്ത പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നേറുകയാണ് ലക്ഷ്യം. ഒഴിവുകളുള്ള തസ്തികയിലേക്ക് ആളുകളെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് എല്ലാ സ്കൂളുകളിലും നടപടി സ്വീകരിച്ചതായി അധികൃതർ പറയുന്നു. ഈ അധ്യയന വർഷം മുതൽ നടപ്പാകുന്ന ശാലസിദ്ധി സ്കൂളുകളുടെ ഗുണപരമായ മുന്നേറ്റത്തിൽ വലിയ പങ്കുവഹിക്കുമെന്നാണ് പ്രതീക്ഷ. ശാലസിദ്ധി രേഖയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ കഴിവുകളും പുരോഗതിയുമൊക്കെ രേഖപ്പെടുത്തും. രക്ഷിതാവിന് സ്കൂളിലെത്തി കുട്ടികളുടെ പഠന പുരോഗതിയെക്കുറിച്ചറിയാൻ ഇത് ഉപകരിക്കും. ഇതിനു പുറമെ ആദിവാസി വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാനും അവരെ സ്കൂളുകളിൽ കൂടുതലായി ആത്മബന്ധത്തോടെ കൂട്ടിയിണക്കുവാനുമായി വയനാടിൻ്റെ സവിശേഷമായ ഗോത്രബന്ധു പദ്ധതി ഈ അധ്യയന വർഷം മുതൽ നിലവിൽ വരികയാണ്. ഗോത്രവർഗ വിദ്യാർത്ഥികളെ ആവേശപൂർവ്വം വിദ്യാലയങ്ങളിലെത്തിക്കാൻ അവരുടെ സമുദായങ്ങളിൽ നിന്ന് തന്നെ വിദ്യാസമ്പന്നരായ മാർഗദർശിയായ അധ്യാപകരെ നിയമിച്ചാണ് ഇതിന് വഴിയൊരുക്കുന്നത്. 241 സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരെയാണ് ദിവസവേതനാടിസ്ഥാനത്തിൽ മെന്റർ ടീച്ചർമാരായി നിയോഗിക്കുന്നത്. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ജൂൺ 4-ന് വയനാട്ടിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വയനാട് ന്യൂസ്, കൽപ്പറ്റ. വയനാട്ടിലെ കർഷകൻ പ്രതീക്ഷയോടെ കണ്ടിരുന്ന സംസ്ഥാനത്തെ ആദ്യ പഴം പച്ചക്കറി സംസ്കരണ പാർക്കിംഗ് യൂണിറ്റ് ഇതുവരെ പ്രവർത്തനം തുടങ്ങിയില്ല. 2016 നവംബറിൽ കൃഷിമന്ത്രി ഉദ്ഘാടനം ചെയ്ത 2,39,00,000 രൂപയുടെ VFPCK പ്രൊജക്ടാണ് പ്രവർത്തനം തുടങ്ങാതെ മെഷീനുകൾ തുരുമ്പെടുത്ത് നശിക്കുന്നത്. ജില്ലയിലെ പച്ചക്കറി പഴം കർഷകർക്ക് പുത്തൻ പ്രതീക്ഷ നൽകിക്കൊണ്ടായിരുന്നു ഉദ്ഘാടന വേളയിൽ മന്ത്രി യൂണിറ്റ് ജില്ലയ്ക്ക് മുതൽക്കൂട്ടാവുമെന്ന് പ്രഖ്യാപിച്ചത്. കേന്ദ്ര സർക്കാർ വാണിജ്യ വകുപ്പിന് കീഴിലുള്ള അപ്പേഡ അഗ്രികൾച്ചർ പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്സ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ സഹായത്തോടെ സംസ്ഥാനത്ത് തുടങ്ങാനിരിക്കുന്ന 5 യൂണിറ്റുകളിൽ ആദ്യത്തേതാണ് വയനാട്ടിൽ തുടങ്ങിയത്. 239 ലക്ഷം രൂപ വകയിരുത്തിയ യൂണിറ്റിന് 215 ലക്ഷം രൂപ അപ്പേഡയാണ് നൽകിയിരിക്കുന്നത്. തൃശൂർ, കോഴിക്കോട്, പാലക്കാട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ യൂണിറ്റുകൾ തുടങ്ങാനാണ് കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിലുമായി ധാരണയിലെത്തിയിരിക്കുന്നത്. ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന നേന്ത്രക്കായ ഉൾപ്പെടെ പഴവർഗ്ഗങ്ങൾ, വിവിധ ഇനം പച്ചക്കറികൾ എന്നിവ ശേഖരിച്ച് സംസ്കരിച്ച ശേഷം ഏറ്റവും ആകർഷകമായ രീതിയിൽ പാക്ക് ചെയ്ത് ദീർഘകാലം സൂക്ഷിക്കാവുന്ന വിധത്തിലാണ് എടവക കമ്മനയിൽ ഫാക്ടറി സ്ഥാപിച്ചത്. 10 മെട്രിക് ടൺ സംഭരണശേഷിയുള്ള പ്രീ കൂളിംഗ് യൂണിറ്റ്, 20 മെട്രിക് ടൺ സംഭരണശേഷിയുള്ള ശീതീകരണ അറ, 6 വാഷിംഗ് ടാങ്കുകൾ, ഓട്ടോമാറ്റിക് കൺവെയർ യൂണിറ്റ്, ഗുണപരിശോധനാ ലബോറട്ടറി എന്നിവയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഫ്രീസർ സൗകര്യങ്ങളോടുകൂടിയ വാഹനങ്ങളും വാങ്ങി ഷെഡിൽ നിർത്തിയിട്ടുണ്ട്. ജില്ലയിൽ 750 സ്വാശ്രയ സംഘങ്ങളാണ് VFPCK കീഴിലായി രജിസ്റ്റർ ചെയ്ത് പച്ചക്കറി പഴവർഗ്ഗ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സംഘത്തിലും 10 മുതൽ 25 വരെ അംഗങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ 12,500 കർഷകരാണ് ജില്ലയിലുള്ളത്. ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ യൂണിറ്റിലെത്തിച്ച് വിപണിയിലെ ഡിമാൻഡ് അനുസരിച്ച് ഗ്രേഡിംഗ്, പാക്കിംഗ്, ശീതീകരിക്കൽ, ആവശ്യാനുസരണമുള്ള സംഭരണം എന്നീ പ്രവർത്തനങ്ങൾക്ക് ശേഷം വിപണികളിലെത്തിക്കാൻ കഴിയുമെന്നായിരുന്നു യൂണിറ്റ് തുടങ്ങുമ്പോഴുണ്ടായ പ്രതീക്ഷ. കേടുപാടുകളോ മറ്റു ക്ഷതങ്ങളോ ഏൽക്കാതെ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെയും പാക്ക് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നതിലൂടെയും കൂടുതൽ ഉയർന്ന വില കർഷകർക്ക് ലഭ്യമാക്കുക എന്നതാണ് ഇതോടെ ലക്ഷ്യമിട്ടിരുന്നത്. VFPCKയുടെ കീഴിൽ ജില്ലയിലുള്ള 20 വിപണന കേന്ദ്രങ്ങളിലൂടെ വിൽപ്പന നടത്തുന്നതിന് പുറമെ വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഉതകുന്ന സംവിധാനത്തിലാണ് ജില്ലയിൽ ആദ്യമായി ഇത്തരം യൂണിറ്റ് പ്രവർത്തനക്ഷമമാക്കിയത്. അപ്പേഡയുടെ അംഗീകാരമുള്ള പാക്ക് ഹൗസുകളിൽ പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ മാത്രമേ വിദേശ കയറ്റുമതിക്ക് അനുവാദം ലഭിക്കുകയുള്ളൂ. ഇതുപ്രകാരം പാക്ക് ചെയ്താൽ ജില്ലയിൽ നിന്നുള്ള നേന്ത്രപ്പഴ ഉൽപ്പന്നങ്ങളും വിദേശ കയറ്റുമതിക്ക് അനുമതി ലഭ്യമായാൽ ജില്ലയിലെ കർഷകർക്ക് ഗുണകരമാവുമെന്നായിരുന്നു കരുതപ്പെട്ടത്. യൂണിറ്റ് തുറന്നു പ്രവർത്തിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. MLA ഉൾപ്പെടെയുള്ള ആളുകളുടെ കെടുകാര്യസ്ഥതയാണ് ഇത്. വേണ്ടുന്ന രീതിയിൽ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിശക്തമായ രീതിയിലുള്ള സമരപരിപാടിയായി ഇവിടെയുള്ള നാട്ടുകാർ മുൻകൈയെടുക്കേണ്ടി വരും എന്നാണ് ഈ പ്രദേശവാസികൾ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. ബത്തേരി ടൗണിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി സബ് ഡ്രൈനേജുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. 30 ലക്ഷം രൂപ മുടക്കി 3 ഡ്രൈനേജുകളാണ് നഗരസഭ നവീകരിക്കുന്നത്.
ടൗണിൽ 3 സ്ഥലങ്ങളിലായിട്ടാണ് ഡ്രൈനേജ് നവീകരണം നടത്തുന്നത്. മഴക്കാലത്ത് ടൗണിലുണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായിട്ടാണ് നവീകരണം. ഇതിനായി 30 ലക്ഷം രൂപയാണ് നഗരസഭ ചെലവഴിക്കുന്നത്. ടൗണിൽ നഗരസഭയ്ക്ക് സമീപത്തു നിന്നും ആരംഭിച്ച് വൺവേ റോഡിലേക്ക് എത്തുന്ന ഡ്രൈനേജ്, ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപത്തു നിന്നും ആരംഭിക്കുന്ന ഡ്രൈനേജ്, വിക്ടറി ഹോസ്പിറ്റലിന് സമീപത്തുള്ള ഡ്രൈനേജ് എന്നിവയാണ് നവീകരിക്കുന്നത്. മുൻകാലങ്ങളിൽ മഴ പെയ്യുമ്പോൾ ഈ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നത് പതിവ് കാഴ്ചയാണ്. നിലവിലെ ഡ്രൈനേജുകൾ മാലിന്യം മൂടി വെള്ളം ഒഴിവാകാതിരുന്നതാണ് വെള്ളക്കെട്ടിന് കാരണമായിരുന്നത്. ഇത് കണ്ടറിഞ്ഞാണ് മുനിസിപ്പാലിറ്റി ഡ്രൈനേജുകൾ നവീകരിക്കുന്നത്. കഴിഞ്ഞ 40 കൊല്ലത്തോളമായി സുൽത്താൻബത്തേരി പട്ടണത്തിൻ്റെ ഡ്രൈനേജുകൾ ക്ലീൻ ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ വെള്ളക്കെട്ടുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നഗരസഭ ഇപ്രാവശ്യം കഴിഞ്ഞ പദ്ധതിക്കകത്ത് 30 ലക്ഷം രൂപ വെച്ചുകൊണ്ട് ടൗണിലെ ഡ്രൈനേജുകളുടെ നവീകരണത്തിന് വേണ്ടി ഒരു പ്രൊജക്റ്റ് ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോഡ് കണക്കിന് മാലിന്യമാണ് ഞങ്ങൾ ഇവിടുന്ന് കോരിക്കേണ്ടിയിരിക്കുന്നത്. എത്രയോ വർഷക്കാലത്ത് പട്ടണത്തിൻ്റെ വൃത്തിക്കും ശുചിത്വത്തിനും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡ്രൈനേജുകളുടെ പ്രവർത്തനങ്ങൾ. ആ നിലയിൽ മുൻകാലങ്ങളിൽ വേണ്ടത്ര പരിഗണന കൊടുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രയാസം ടൗണിനകത്തുണ്ടായിട്ടുണ്ട്. ഈ മഴക്കാലത്തോടുകൂടി അത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വയനാട് ന്യൂസ്, ബത്തേരി. ബത്തേരി രാജീവ് ഗാന്ധി മിനി ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തന പുരോഗതി മുനിസിപ്പാലിറ്റി ചെയർമാന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. നിർമ്മാണം നടക്കുന്ന സ്റ്റേഡിയം പരിസരം മുതൽ ഗാന്ധി ജംഗ്ഷൻ വരെ മുനിസിപ്പൽ ചെയർമാൻ CK സഹദേവന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. ചെയർമാനോടൊപ്പം വൈസ് ചെയർപേഴ്സൺ ജിഷ ഷാജി, GL സാബു, ജയപ്രകാശ്, NK സാബു തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ഡിവൈഎഫ്ഐ ചീരാൽ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച മികവ് 2017 ചീരാൽ വില്ലേജിലെ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ചീരാൽ വില്ലേജിലെ 60 വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. ചടങ്ങ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി K റഫീഖ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് CP പ്രശാന്ത് അധ്യക്ഷനായിരുന്നു. യുവ സാഹിത്യകാരി സുൽത്താന നസറിൻ മുഖ്യ അതിഥിയായിരുന്നു. സുനിൽ K, രാജഗോപാൽ, സരള ഉണ്ണികൃഷ്ണൻ, ഗ്രേസി ജേക്കബ്, ശിവശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ അമ്പലവയൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബീഫ് ഫെസ്റ്റ് നടത്തി. പാർട്ടി ഓഫീസിൽ നിന്ന് പ്രകടനമായെത്തിയാണ് ടൗണിൽ ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. CPIM ജില്ലാ കമ്മിറ്റി അംഗം K ഷമീർ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബത്തേരി ബ്ലോക്ക് സെക്രട്ടറി ജംഷീദ്, അനൂപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആളുകൾക്കൊന്നും മനസ്സിലാക്കാതെ പ്രതികരിക്കുന്ന നിങ്ങൾ നോക്ക്. ഡിവൈഎഫ്ഐക്കാർ ബീഫ് ഫെസ്റ്റ് നടത്തുമെന്ന് പറഞ്ഞപ്പോ ഇന്നലെ ഒരു സുരാജ് എന്ന് പറയുന്ന ഒരു ചങ്ങാതി പറയുക പോലും നായ്ക്കളെ പിടിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐക്കാർ ഫെസ്റ്റ് നടത്തുന്നു എന്ന് പറയുന്ന തലക്കകത്ത് ഈ മന്ദബുദ്ധിയായിട്ടുള്ള കുറെ RSSകാരുണ്ട്. അവർ വിചാരിക്കുന്ന അർത്ഥത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയോ? ഇവിടെ കേരളത്തിലെ സ്ഥിതി എന്താ? കേരളത്തിൽ മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണോ ബീഫ് കഴിക്കുന്നത്? കേരളത്തിലെ ജനസംഖ്യയുടെ 90% വരുന്ന ആളുകളും ഈ മാംസം കഴിക്കുന്നവരാ. അങ്ങനെ മാംസം കഴിക്കുന്ന ആളുകൾ ഇനി മുതൽ മാംസം കഴിക്കാൻ പാടില്ല എന്ന് പറയാൻ ഇവർക്ക് എന്ത് അധികാരമാണ്? അമ്പലവയൽ പഞ്ചായത്തിൽ ആദ്യകാല പ്രസിഡന്റായിരുന്ന കളത്തുവയൽ കുന്നത്തുമാക്കൽ ജോർജിന്റെ നിര്യാണത്തിൽ സർവകക്ഷിയുടെ നേതൃത്വത്തിൽ മൗനജാഥയും അനുശോചന പൊതുയോഗവും സംഘടിപ്പിച്ചു. കോൺഗ്രസ് അമ്പലവയൽ മണ്ഡലം പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യൻ നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീതാ വിജയൻ, K ഷമീർ, കണക്കയിൽ മുഹമ്മദ് ഹസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൽപ്പറ്റ വാര്യാടിന് സമീപം ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. മരിച്ചത് വാഴവറ്റ പാക്കം സ്വദേശി തടത്തിൽ അഗസ്റ്റിൻ. 3 പഞ്ചായത്തുകൾക്ക് സമഗ്ര വരൾച്ച ലഘൂകരണ പദ്ധതി പ്രഖ്യാപിച്ചു. പദ്ധതിയിൽ അഴിമതി അനുവദിക്കില്ലെന്നും മന്ത്രി. നെൽകൃഷി സംരക്ഷിക്കുന്ന കർഷകന് 2,86,00,000 രൂപയുടെ ആനുകൂല്യങ്ങൾ. സ്കൂൾ തുറന്നു. ജില്ലയിലെങ്ങും വർണ്ണപ്പൊലിമയിൽ പ്രവേശനോത്സവം. ജില്ലാതല പ്രവേശനോത്സവത്തിൽ നിന്ന് മന്ത്രി സുനിൽകുമാർ വിട്ടുനിന്നു. ഏകാധ്യാപക വിദ്യാലയങ്ങളിൽ പ്രവേശനം ആളും ആരവങ്ങളുമില്ലാതെ. അമ്പലവയലിൽ പ്രവേശനോത്സവത്തിന് വിദ്യാർത്ഥി യൂണിയനുകളുടെ തമ്മിൽ തല്ല്. സംസ്ഥാനത്തെ ആദ്യ പഴം പച്ചക്കറി സംസ്കരണശാല തുരുമ്പെടുത്തു നശിക്കുന്നു. ഉദ്ഘാടനത്തോടെ മരിച്ചത് 2,39,00,000 രൂപയുടെ VFPCK പദ്ധതി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.